Plus 1 chemistry, first chapter, some basic concepts of chemistry തുടരുകയാണ്. ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻസ്. ഓക്കെ, ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ സൊല്യൂഷൻസ്, എന്താണ് ലായനികൾ, വാട്ട് ഈസ് കോൺസെൻട്രേഷൻ, എന്താണ് ഗാഢത, വിച്ച് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഓഫ് എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ്റെ ലായനിയുടെ ഗാഢത പ്രകടിപ്പിക്കാനുള്ള വ്യത്യസ്ത മാർഗങ്ങൾ ഏതൊക്കെയാണ്? അത് പല വേസിൽ പല മാർഗങ്ങളുണ്ട്. അതിൽ രണ്ടെണ്ണമാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്, മാസ് പെർസെൻറ്റേജ് ആൻഡ് മോൾ ഫ്രാക്ഷൻ. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, വാട്ട് ആർ സൊല്യൂഷൻസ്, എന്താണ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ കുറച്ച് സോൾട്ട് വാട്ടറിലേക്ക് ആഡ് ചെയ്യണം. അങ്ങനെ സോൾട്ട് വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ട് വാട്ടറായി മാറും. അതൊരു സൊല്യൂഷനാണ്, സൊല്യൂഷൻ എക്സാമ്പിളാണ്. നമ്മൾ സോൾട്ടാണ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്നത്, ഉപ്പാണ് വെള്ളത്തിലേക്ക് ചേർക്കുന്നത്. ഇവിടെ സോൾട്ട്, ഉപ്പ് സൊല്യൂട്ടാണ്, സൊല്യൂട്ട്, വാട്ടർ സോൾവെന്റുമാണ്. അങ്ങനെ സൊല്യൂട്ട് സോൾവെന്റിലേക്ക് ചേർക്കുമ്പോൾ സൊല്യൂഷനായി മാറും. സോൾട്ട് വാട്ടർ ഈസ് എ സൊല്യൂഷൻ. സോൾട്ട് വാട്ടർ എന്താണ്? സൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ആർ സൊല്യൂഷൻസ്, എന്താണ് സൊല്യൂഷൻസ്, ലായനികൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ കുറച്ച് സൊല്യൂഷൻസ് കാണുന്നുണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് സൊല്യൂഷൻസ് ആണ്. ഇതിലൊക്കെ എന്തോ വാട്ടറിൽ എന്തോ കളറുള്ള സബ്സ്റ്റൻസുകൾ ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കളറുള്ള സബ്സ്റ്റൻസ് ആണ് ഇവിടുത്തെ സൊല്യൂട്ട്, വാട്ടറുടെ സോൾവെൻ്റാണ്. അങ്ങനെ സൊല്യൂഷൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, ഈ സൊല്യൂഷൻസിന്റെ പ്രത്യേകത, ഓരോ സൊല്യൂഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരേപോലെയാണുള്ളത്. യൂണിഫോം കോൺസെൻട്രേഷൻ ത്രൂ ഔട്ട്, എല്ലാ ഭാഗത്തും ഒരേപോലെയുള്ള ഘടകങ്ങളാണുള്ളത്, എല്ലാ ഭാഗത്തും ഒരുപോലെ. അപ്പം നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയാണ്. അല്ലെങ്കിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലുള്ള ആ സൊല്യൂഷൻ എല്ലാ ഭാഗത്തും ഒരുപോലെയാണ്, ഇതിലും അതുപോലെ തന്നെയാണ്. അതാണ് ഹോമോജീനിയസ് എന്ന് പറയാം. ഹോമോജീനിയസ്, എല്ലാ ഭാഗത്തും ഒരുപോലെ. സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് two or more substances. Solutions are homogeneous mixture of two or more substances. രണ്ടോ അതിലധികമോ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഏകാത്മക മിശ്രിതങ്ങളാണ് ലായനികൾ, സൊല്യൂഷൻസ്. ഓക്കെ, ഏതെടുത്തു കഴിഞ്ഞാലും രണ്ട് കമ്പോണന്റ് ഉണ്ട്. ഒന്ന് ഈ കളറുള്ള സബ്സ്റ്റൻസ്, പിന്നെ അടുത്തത് വാട്ടർ. ഓക്കെ, അപ്പോൾ രണ്ട് കമ്പോണന്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ കുറവുള്ളത് ഏതാണോ അതാണ് സൊല്യൂട്ട്, കൂടുതലുള്ളതിനെ സോൾവെന്റ് എന്ന് പറയും. ഓക്കെ, ഇതും ഏതോ സൊല്യൂഷനാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ സൊല്യൂഷൻ അല്ല, വാട്ടർ പോലെ തോന്നുമെങ്കിലും ഇത് സോൾട്ട് വാട്ടർ ആണെന്ന് കരുതുക. ഉപ്പ് വെള്ളം, സാധാ ഉപ്പ് വെള്ളം, അല്ലെങ്കിൽ പഞ്ചസാര വെള്ളം, അതൊക്കെ ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക, അല്ലേ? ഇതപ്പോൾ ഇത് സൊല്യൂഷനാണ്. ഓക്കെ, വെറുതെ വാട്ടർ മാത്രമാണ് ഈ സൊല്യൂഷൻ അല്ല, സോൾവെന്റ് എന്നേ പറയാൻ പറ്റുള്ളൂ, സോൾവെന്റ്. ഓക്കെ, എന്നാൽ ഇത് സൊല്യൂഷനാണോ? അല്ല. എന്തുകൊണ്ടാ? ഇത് ഹോമോജീനിയസ് അല്ല, എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല. ഓക്കെ, അപ്പോൾ ഇതെന്തല്ല? സൊല്യൂഷൻ അല്ല. എല്ലാ ഭാഗത്തും ഒരുപോലെയാണെങ്കിലാണ് സൊല്യൂഷൻ എന്ന് പറയാം. ഹോമോജീനിയസ് മിക്സ്ചർ ആവണം. സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ടു ഓർ മോർ സബ്സ്റ്റൻസസ്. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് ഉണ്ടാവണം. ഇവിടെ മിനിമം ഒരു സൊല്യൂട്ടും ഒരു സോൾവെന്റും. അങ്ങനെ ഒരു സൊല്യൂട്ടും സോൾവെന്റും മാത്രമാണെങ്കിൽ അതിനെ ബൈനറി സൊല്യൂഷൻസ് എന്ന് പറയും. ബൈനറി സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് ഹാവിംഗ് ഓൺലി ടു കമ്പോണൻസ് ആർ കോൾഡ് ബൈനറി സൊല്യൂഷൻസ്. രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സൊല്യൂഷൻ പറയുന്നവരാണ് ബൈനറി സൊല്യൂഷൻ. അതിന് എക്സാമ്പിളാണ് സോൾട്ട് വാട്ടർ. സോൾട്ട് ഇൻ വാട്ടർ, ടു കമ്പോണൻസ് ഓൺലി, രണ്ട് കമ്പോണന്റ്, രണ്ട് ഘടകങ്ങൾ മാത്രം. ഓക്കെ, സോൾട്ട് ഈസ് സൊല്യൂട്ട് ആൻഡ് വാട്ടർ ഈസ് സോൾവെന്റ്. ഓക്കെ, നിങ്ങൾ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈ പിക്ചറിൽ ഈ നീല നിറത്തിൽ കുറേ എന്തൊക്കെ കാണുന്നുണ്ട്, അതാണ് സോൾവെന്റ്. പിന്നെ എന്തൊക്കെ പാർട്ടിക്കിൾസ് ഇതിൽ കാണുന്നുണ്ട്, അല്ലേ? അത് സൊല്യൂട്ടും. ഓക്കെ, അങ്ങനെ സൊല്യൂട്ടും സോൾവെന്റും കൂടുമ്പോഴാണ് എന്തായി മാറുന്നത്? സൊല്യൂഷനായി മാറുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ സൊല്യൂട്ടിനെ ബി എന്നും സോൾവെന്റ് എ എന്നും എടുക്കും. സാധാരണ അങ്ങനെയാണ് എടുക്കാറ്. സോൾവെന്റിനെ എ, സൊല്യൂട്ടിനെ ബി, അല്ലെങ്കിൽ സോൾവെന്റ് 1, സൊല്യൂട്ട് 2, അങ്ങനെയാണ് സാധാരണ എടുക്കാറ്. ഓക്കെ, അപ്പോൾ എന്താണ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ, ദ സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ദ സ്മോളർ എമൗണ്ട്. നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കുറച്ചുള്ളത് ഏതാണോ അതാണ് സൊല്യൂട്ട്. ഇതിൽ വാട്ടർ അല്ലെങ്കിൽ സോൾവെന്റ് ആണ് കൂടുതൽ. അപ്പോൾ കൂടുതൽ എമൗണ്ടിലുള്ളതിനെ സോൾവെന്റ് എന്ന് പറയും.
The substance present in the smaller amount is called solute. The substance present in larger amount is called solvent. Okay. എന്താണ് സോൾവെന്റ് എന്താണ് സൊല്യൂട്ട് എന്ന് മനസ്സിലായി. സോൾവെന്റ് സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ഗിവ്സ് സൊല്യൂഷൻ. ഓക്കെ. സോൾവെന്റ് വാട്ടർ ആണെങ്കിൽ ആ സൊല്യൂഷൻ പറയുന്നവരാണ് അക്വസ് സൊല്യൂഷൻ. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അക്വസ് സൊല്യൂഷൻ, ജലീയ ലായനി എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾവെന്റ് വാട്ടർ ആണെങ്കിൽ അതിനെ അക്വസ് സൊല്യൂഷൻ എന്ന് പറയും. ഇഫ് ദ സോൾവെന്റ് ഈസ് വാട്ടർ ദ സൊല്യൂഷൻ ഈസ് കോൾഡ് അക്വസ് സൊല്യൂഷൻ. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് വായിച്ച് പറയാം. സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more substances. Okay, solutions having 2 components are called binary solution. Example, salt water. Solution എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് രണ്ടും കൂടുമ്പോഴാണ് എന്ന് പറയുക സൊല്യൂഷൻ എന്ന് പറയുക. വാട്ട് ആർ സൊല്യൂട്ട്സ്? സ്മോൾ എമൗണ്ട് സബ്സ്റ്റൻസ്. വാട്ട് ആർ സോൾവെന്റ്സ്? ലാർജ് എമൗണ്ട് സബ്സ്റ്റൻസസ്. ഓക്കെ. നമ്മുടെ സോൾട്ട് വാട്ടറിൽ സോൾട്ട് ഈസ് സൊല്യൂട്ട് ആൻഡ് വാട്ടർ ഈസ് സോൾവെന്റ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരുമിച്ച് പറഞ്ഞതാണ്. ഓക്കെ. ഇനി പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് കോൺസെൻട്രേഷൻ. നമ്മൾ സൊല്യൂഷൻ പറയുമ്പോൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ് കോൺസെൻട്രേഷൻ, ഗാഢത. ഓക്കെ. ഹൈ കോൺസെൻട്രേഷൻ, ലോ കോൺസെൻട്രേഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഉയർന്ന ഗാഢതയുള്ളത്, താഴ്ന്ന ഗാഢതയുള്ളത് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അതെന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഈ പിക്ചറും ഈ 3 ബീക്കറുകൾ നോക്കുക. ഇത് എല്ലാ ബീക്കറിലും ഉള്ള സോൾവെന്റിന്റെ എമൗണ്ട് തുല്യമാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവാം 3 എണ്ണത്തിലും ഒരേ എമൗണ്ട് ആണ് ഉള്ളത് അല്ലേ? എന്നാൽ ഒരേ എമൗണ്ട് സോൾവെന്റ് ആണുള്ളത്. ഇനി അതിലേക്ക് സൊല്യൂട്ട് ചേർക്കുമ്പോഴാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ വെറുതെ എമൗണ്ട് എന്നേ പറയുള്ളൂ. അപ്പൊ ഇതിലും ഒരേ എമൗണ്ടാണ്, ഒരേ എമൗണ്ട്, ഒരേ അളവാണുള്ളത്. ഓക്കെ. എന്നാൽ സൊല്യൂട്ട് ചേർക്കുമ്പോഴാണ് കോൺസെൻട്രേഷൻ എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്കൂ, ഇതിൽ 1 ഡ്രോപ്പ് എന്തോ എത്തിക്കുന്നുണ്ട്, കണ്ടോ? ഇതിലോ 2 ഡ്രോപ്പ് വീഴുന്നുണ്ട്, ഇതിലോ 3 ഡ്രോപ്പ് വീഴുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന് സൊല്യൂട്ട് കുറവാണ്, ഇതിലാണ് സൊല്യൂട്ട് കൂടുതൽ. എന്ന് പറഞ്ഞാൽ ഇതിലാണ് കോൺസെൻട്രേഷൻ കൂടുതൽ. ഓക്കെ. അപ്പൊ എന്താണ് കോൺസെൻട്രേഷൻ? വാട്ട് ആർ കോൺസെൻട്രേഷൻ? ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെന്റ് ഓർ സൊല്യൂഷൻ ഈസ് കോൾഡ് കോൺസെൻട്രേഷൻ. അതായത് ഒരു നിശ്ചിത എമൗണ്ട് സോൾവെന്റിലോ അല്ലെങ്കിൽ സൊല്യൂഷനിലോ അടങ്ങിയിട്ടുള്ള സൊല്യൂട്ടിന്റെ എമൗണ്ടിനെ പറയുന്ന പേരാണ് കോൺസെൻട്രേഷൻ. ഇതിൽ സൊല്യൂട്ട് കുറവാണ്, സൊല്യൂട്ടിന്റെ എമൗണ്ട് കുറവാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ കോൺസെൻട്രേഷൻ കുറവാണ്. ഇതിലോ 3 എണ്ണം വീഴുന്നുണ്ട് അല്ലെ എന്ന് പറഞ്ഞാൽ ഇതില് സൊല്യൂട്ടിന്റെ എമൗണ്ട് കൂടുതലാണ്. സൊല്യൂട്ട് ഈ വീഴ്ത്തുന്നതാണ് ഇവിടെ സൊല്യൂട്ട്. ഓക്കെ. അതിന്റെ എമൗണ്ട് കൂടുതലാണ്, അതുകൊണ്ട് അതിന് കോൺസെൻട്രേഷൻ കൂടുതലാണെന്ന് പറയാം. What is concentration? The amount of solute present in a given amount of solvent or solution is called concentration. ഒരു നിശ്ചിത എമൗണ്ട് സോൾവെന്റിലോ അതായത് ലായകത്തിലോ ലായനിയിലോ അടങ്ങിയിട്ടുള്ള സൊല്യൂട്ടിന്റെ എണ്ണമാണ് അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ അളവാണ് കോൺസെൻട്രേഷൻ. ഓക്കെ. ഇനി എങ്ങനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുക, പ്രകടിപ്പിക്കുക? വിച്ച് ആർ ദ വേസ് ഓഫ് എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ? ഒരു സൊല്യൂഷന്റെ ഗാഢത പ്രകടിപ്പിക്കാനുള്ള വ്യത്യസ്ത രീതികൾ ഏതൊക്കെയാണ്? ഓക്കെ. അതിലൊന്ന് മാസ് പെർസെൻറ്റേജ്, അടുത്തത് മോൾ ഫ്രാക്ഷൻ, അടുത്തത് മൊളാരിറ്റി, നെക്സ്റ്റ് മൊളാരിറ്റി. ഇനിയും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഈ 4 എണ്ണമാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാസ് പെർസെൻറ്റേജ്, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി ആൻഡ് മൊളാരിറ്റി. ഓക്കെ. അതിൽ ഫസ്റ്റ് വൺ മാസ് പെർസെൻറ്റേജ്. അത് ഷോർട്ടാക്കിയിട്ട് മാസ് പെർസെൻറ്റേജ് എന്ന് പറയാം. മാസ് പെർസെൻറ്റ്. ഓക്കെ. എന്താണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ? നമുക്ക് മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് പറയാം, അതുപോലെ മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെന്റ് എന്ന് പറയാം. അതായത് ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഉള്ളത്? സൊല്യൂട്ട് ഉണ്ടാവും, സോൾവെന്റ് ഉണ്ടാവും അല്ലെ? അപ്പൊ ആ സൊല്യൂഷനിൽ സൊല്യൂട്ടിന്റെ മാസ് എത്ര, അത് പെർസെൻറ്റേജിലേക്ക് മാറ്റാം ഇൻറ്റു 100. അതായത് മാസ് സൊല്യൂഷൻ, ആ സൊല്യൂഷന്റെ ആകെ മാസ്, അതിന് സൊല്യൂട്ടിന്റെ മാസ് എത്ര, അതാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്, ഇൻറ്റു 100. പെർസെൻറ്റേജിലേക്ക് മാറ്റാം ഇൻറ്റു 100. അതാണ് മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനിൽ എത്ര ശതമാനം സൊല്യൂട്ട് ഉണ്ട്, എത്ര പെർസെൻറ്റേജ് സൊല്യൂട്ട് ഉണ്ട്, അതാണ് മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട്. ഇനി നമുക്ക് ഇതുപോലെ മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെന്റ് പറയാം. എങ്ങനെ പറയാം? മാസ് ഓഫ് സോൾവെന്റ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അതായത് ആകെ സൊല്യൂഷനിൽ എത്ര സോൾവെന്റ് ഉണ്ട് അത് പെർസെൻറ്റേജിലേക്ക് മാറ്റാം ഇൻറ്റു 100. ദാറ്റ് ഈസ് മാസ് പെർസെൻറ്റേജ്. ഓക്കെ. മാസ് പെർസെൻറ്റേജ് ഈസ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്. മാസ് പെർസെൻറ്റേജ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല.
കാരണം എന്താണ്, ഇതിന് മാസാണ് പറയുന്നത് അല്ലെ. നമുക്കറിയാം ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് മാസ് മാറില്ല, വോളിയം ആണെങ്കിൽ മാറും, പക്ഷെ മാസ് മാറില്ല. അതുകൊണ്ട് ഇതിന് മാസ് മാത്രം വരുന്ന കാരണം കൊണ്ട് നമുക്ക് എന്ത് പറയാം, മാസ് പെർസെൻറ്റേജ് ഈസ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്. താപനിലയെ ആശ്രയിക്കാത്തതാണ്, താപനിലയെ ആശ്രയിക്കുന്നില്ല. മാസ് പെർസെൻറ്റേജ് ഏതിനെ ആശ്രയിക്കുന്നില്ല, താപനിലയെ ആശ്രയിക്കുന്നില്ല. ഓക്കെ, മാസ് പെർസെൻറ്റേജ് ഈസ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്, സിമ്പിൾ പ്രോബ്ലമാണ്, ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം തന്നെയാണ്. എ സൊല്യൂഷൻ ഈസ് പ്രിപ്പയർഡ് ബൈ ആഡിങ് 2 gram ഓഫ് എ സബ്സ്റ്റൻസ് ടു 18 gram ഓഫ് വാട്ടർ. കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട്. ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്, എ സൊല്യൂഷൻ പ്രിപ്പയർഡ്, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെ, ബൈ ആഡിങ് 2 gram ഓഫ് എ സബ്സ്റ്റൻസ് എ. എന്ന സബ്സ്റ്റൻസ്, ഈ ക്യാപിറ്റൽ എ എന്ന സബ്സ്റ്റൻസ് 2 gram എത്രയിലേക്ക് ആഡ് ചെയ്യുന്നു, 18 gram ഓഫ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്നു, 18 gram വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ, കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെ മാസ് പെർസെൻറ്റേജ് എത്ര? ഇവിടെ സൊല്യൂട്ട് ഏതാണ്, എ ആണ് അല്ലേ. ഓക്കെ, സോൾവെന്റ് ആണ് ആര്, വാട്ടർ. അപ്പൊ സൊല്യൂട്ടിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട് എത്ര, 2 gram. സോൾവെന്റിന്റെ വെയിറ്റ് എത്ര, 18 gram. അപ്പൊ സൊല്യൂഷന്റെ വെയിറ്റ് എത്ര ആയിരിക്കും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. 2 + 18 = 20. അപ്പൊ സൊല്യൂഷന്റെ മാസ് 20 ആണ്. ആ 20 ഗ്രാമിൽ എത്ര ഗ്രാം ആണ് സൊല്യൂട്ട് ഉള്ളത്? 2 gram ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 2/20 × 100. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. മാസ് ഓഫ് സൊല്യൂട്ട് ഈക്വൽ 2 gram. സൊല്യൂട്ട് ഇവിടെ എ ആണ്. അതുപോലെ മാസ് ഓഫ് സോൾവെന്റ്, ഇവിടെ സോൾവെന്റ് ആരാണ്, വാട്ടർ. എത്രയാണ്, 18 gram. അങ്ങനെയെങ്കിൽ മാസ് ഓഫ് സൊല്യൂഷൻ എത്ര, 2 + 18 = 20 gram. മാസ് ഓഫ് സൊല്യൂഷൻ കിട്ടി. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് ഈക്വൽ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 അല്ലെ. ആ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എഴുതി അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മാസ് ഓഫ് സൊല്യൂട്ട് എത്ര, 2 gram. മാസ് ഓഫ് സൊല്യൂഷൻ എത്ര, 20 × 100. ആരും 18 എന്ന് എഴുതരുത് കേട്ടോ, അത് സോൾവെന്റ് ആണ്. സോൾവെന്റും സൊല്യൂട്ടും കൂടുമ്പോഴാണ് സൊല്യൂഷൻ ആവുക. അങ്ങനെ 20 ഗ്രാമിൽ 2 gram ആണ് സൊല്യൂട്ട് ഉള്ളത്. 20 gram സൊല്യൂഷനിൽ 2 gram സൊല്യൂട്ട് പെർസെൻറ്റേജിലേക്ക് മാറ്റാം, × 100 ഈക്വൽ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 10% എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് മോൾ ഫ്രാക്ഷൻ. അതായത് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള വേറൊരു മെത്തഡാണ് മോൾ ഫ്രാക്ഷൻ. വാട്ട് ഈസ് മോൾ ഫ്രാക്ഷൻ? മോൾ ഫ്രാക്ഷൻ ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണന്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. ഇത് റേഷ്യോ ആണ്. ഒരു കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോളും ആ സൊല്യൂഷന്റെ ആകെ നമ്പർ ഓഫ് മോളും തമ്മിലുള്ള റേഷ്യോ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണന്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. അതായത് ഏതെങ്കിലും ഒരു കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെയാണ് ഉള്ളത്, അതിലെ ഘടകങ്ങൾ. നമുക്കറിയാം, ഒരു സൊല്യൂഷൻ ആണെങ്കിൽ മിനിമം ഒരു സൊല്യൂട്ട്, ഒരു സോൾവെന്റ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് സൊല്യൂട്ട് വെച്ചിട്ടും പറയാം, സോൾവെന്റ് വെച്ചിട്ടും പറയാം. മോൾ ഫ്രാക്ഷൻ റേഷ്യോ ആണ്, അനുപാതം. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾ ഓഫ് വൺ കമ്പോണന്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. അതായത് ആകെ സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് മോളും ഏതെങ്കിലും ഒരു കമ്പോണന്റ് നമ്പർ ഓഫ് മോളും തമ്മിലുള്ള റേഷ്യോ, അതാണ് മോൾ ഫ്രാക്ഷൻ. ഓക്കെ, നമുക്കത് ഇക്വേഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് ഈക്വൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഈക്വൽ നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, നമ്പർ ഓഫ് മോളിനെ നമ്മൾ n എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. സൊല്യൂട്ട് ബി, സോൾവെന്റ് എ. അപ്പൊ NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട്. NA എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾ ഓഫ് സോൾവെന്റ്. ഓക്കെ, ഇവിടെ താഴെ എന്താണ് കാണുന്നത്, NA + NB എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി സൊല്യൂട്ടും, ഇത് സൊല്യൂട്ട്, ഇത് സോൾവെന്റ്. സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോളും സോൾവെന്റിന്റെ നമ്പർ ഓഫ് മോളും കൂട്ടിയാൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ കിട്ടും. അതാണ് ഈ താഴെ കാണുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. അതിന് സോൾവെന്റിന്റെ ആണ് മുകളിൽ കാണുന്നത്. അപ്പൊ റേഷ്യോ ആണ് കാണുന്നത്, ഒരു കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, അപ്പൊ ഇവിടെ സൊല്യൂട്ട് ആയതുകൊണ്ട് NB/NA + NB. ഓക്കെ, നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, ഇനി സോൾവെന്റ് ആണെങ്കിൽ എങ്ങനെ വരിക, നമ്പർ ഓഫ് മോൾ ഓഫ് സോൾവെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. നമ്പർ ഓഫ് മോൾ ഓഫ് സോൾവെന്റ് എങ്ങനെയാണ് എഴുതുക, NA ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ NA + NB. ഓക്കെ, ഇതില് മോൾ ഫ്രാക്ഷൻ നമ്മൾ കൈ എന്ന ലെറ്ററാണ് റെപ്രസെന്റ് ചെയ്യുക. കൈ എഴുതാൻ H പോലെ തന്നെയാണ്, ചെറുതായിട്ട് ഇവിടെ ഒരു വളവുണ്ട്. ഓക്കെ, അപ്പൊ
Chi B. Mole fraction of solute Chi B. Chi B. Mole fraction of solvent Chi A. Okay. Chi A. Chi B. Okay. That is mole fraction. What is mole fraction? Number of mole of one component, ratio of number of mole of one component to the total number of moles of solution. That is called mole fraction. Okay. Thanks for watching.